السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله، الصلاة والسلام على أشرف المرسلين وآل كل والصحابة أجمعين أما بعد. ഏവർക്കും പരിശുദ്ധ റമളാനിൻ്റെ ആശംസകൾ നേരുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്കായി, ലോകർക്കായി അനുഗ്രഹത്തിൻ്റെ നല്ല നാളുകൾ സമ്മാനിച്ചതാണ് ഈ പരിശുദ്ധ ദിവസങ്ങളിലൂടെ. റമളാൻ എന്ന് പറഞ്ഞാൽ കരിച്ചു കളയുന്ന മാസം എന്നാണ് അർത്ഥം. ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാകപ്പിഴവുകളും പോരായ്മകളും പടച്ച റബ്ബിൻ്റെ മുമ്പിൽ പറഞ്ഞ് കരഞ്ഞ് കരിച്ചു കളയാൻ പറ്റിയ നല്ല സുവർണ അവസരമാണ് എന്നുകൂടിയാണ് ആ പേര് സൂചിപ്പിക്കുന്നത്. ഓരോ പകലും ഓരോ രാവും ഏറെ മഹത്വമുള്ളതാണ്. ഈ പരിശുദ്ധ മാസത്തിന് ഏറെ മഹത്വം കിട്ടിയത് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഗ്രന്ഥമായ ഖുർആനുൽ ശരീഫ് ഇറങ്ങിയതുകൊണ്ടാണ്. ഷഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൽ ലിന്നാസ് വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. പരിശുദ്ധ ഖുർആൻ തന്നെ അത് വ്യക്തമാക്കി തരുന്നുണ്ട്. റമളാനുൽ ശരീഫ്, ആ റമളാനിലാണ് അള്ളാഹുവിൻ്റെ ഗ്രന്ഥമായ പരിശുദ്ധമായ ഖുർആൻ അവതരിപ്പിച്ചത്. ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് സമാഉദ്ദുന്യയിലേക്ക് ഇറക്കിയ ഇറക്കത്തെക്കുറിച്ചാണ് ഈ പറഞ്ഞത് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. പരിശുദ്ധമായ ഖുർആനിന് 3 ഘട്ടങ്ങളിലൂടെയാണ് അവതരണം നടത്തിയിട്ടുള്ളത്. അതിലൊരു ഘട്ടമാണിത്. അള്ളാഹുവിൻ്റെ ലൗഹുൽ മഹ്ഫൂദ് എന്ന ഒരിടം, അവിടെ നേരത്തെ ഖുർആനുണ്ട്. അവിടെ നിന്ന് 1-ാം ആകാശത്തേക്ക് ഇറക്കി. പിന്നീട് അവിടുന്നാണ് പ്രവാചകർ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 23 വർഷക്കാലങ്ങളെ കൊണ്ട് അല്പാൽപമായി പല സാഹചര്യങ്ങളിലുമായി ഇറക്കി കൊടുത്തത്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുഖേനയാണ് അള്ളാഹുവിങ്കൽ നിന്ന് ഖുർആൻ മുത്തുനബിയിലേക്ക് എത്തുന്നത്. മലക്കുകൾക്ക് ഖുർആൻ പാരായണം അസാധ്യമാണ്, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനൊഴികെ. ഖുർആൻ പാരായണം ഈ മാസത്തിൽ ഏറെ മഹത്വമുള്ളൊരു അമലാണ്. ഖുർആൻ ഇറങ്ങിയ മാസമായതുകൊണ്ട് തന്നെ ഈ മാസത്തിൽ ഏറ്റവും കൂടുതൽ വിശ്വാസികൾ വ്യാപൃതരാകുന്നത് ഖുർആൻ പാരായണവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഖുർആൻ പാരായണം കേൾക്കാൻ മലക്കുകൾക്ക് വല്ലാത്ത ഇഷ്ടമാണ് എന്നും പറഞ്ഞ പണ്ഡിതന്മാർ ധാരാളം കാണാം. ഖുർആൻ ഓതാൻ അവർക്ക് എല്ലാവർക്കും കഴിയാത്തതിനാൽ, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് മാത്രം അത് കഴിയുന്നതിനാലും മുഅ്മിനീങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുന്നത് കേൾക്കാൻ അവർക്ക് വല്ലാത്ത ഇഷ്ടമാണത്രേ. ധാരാളമായ ഖുർആനുകൾ ഓതി തീർക്കുന്ന ഒരു ശൈലിയാണ് ഈ പരിശുദ്ധ മാസത്തിൽ നമ്മളിൽ ഉണ്ടാകേണ്ടത്. ഒരു ശീലം, അത് വളർത്തിയെടുക്കാൻ നമ്മൾ മുന്നോട്ട് വരണം. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പരിശുദ്ധ മാസമായാൽ ധാരാളമായ ഖുർആൻ പാരായണം ചെയ്യാറുണ്ടായിരുന്നു അത്രേ. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അവിടത്തേക്ക് വരാറുണ്ട്. എല്ലാ റമളാനുകളിലും എല്ലാ വർഷവും ഖുർആൻ അങ്ങോട്ട് ഓതി കേൾപ്പിക്കുകയും തിരിച്ച് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് ഓതി കേൾപ്പിക്കാറും ഉണ്ടായിരുന്നു എന്ന് കാണാം. ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വരവിനെ കാത്ത് ധർമ്മം ചെയ്ത് അണിഞ്ഞൊരുങ്ങി കാത്തിരിക്കാറുണ്ടായിരുന്നു എന്നും നമുക്ക് ഹദീസുകളിൽ നിന്ന് വായിക്കാൻ കഴിയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധ മാസത്തിൻ്റെ ആരംഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്, റമളാൻ സന്ദേശമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു, റമളാനിൽ ഖുർആനുമായി നമ്മൾ കൂടുതൽ ജോലിയാകണം. ധാരാളം പേജുകൾ ഓതി ഖുർആനുമായി നമ്മൾ ശുഗലാകണം. ഖുർആൻ പഠിക്കാൻ, അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങാനും നമ്മൾ സമയം കണ്ടെത്തണം. ഇന്ന ലില്ലാഹി അഹ്ലീന മിനന്നാസ്, ജനങ്ങളിൽ അള്ളാഹുവിൻ്റെ കുടുംബക്കാരായ ചില ആളുകളുണ്ട്. പ്രവാചകർ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ, അള്ളാഹുവിൻ്റെ കുടുംബം, അള്ളാഹുവിന് അങ്ങനെ ഒരു കുടുംബമോ അനിയനോ ജ്യേഷ്ഠനോ മക്കളോ ഒന്നുമില്ല. പിന്നെന്താണ് ഇങ്ങനെ ഒരു സൂചനാ പദം ഉപയോഗിച്ചത്? അത് അത്രയും ആത്മമായ ബന്ധം അവരുമായിട്ട് അള്ളാഹുവിനുണ്ട് എന്ന് സൂചിപ്പിക്കാനാണ്.
ആരാണ് നബിയെ എന്ന് സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും മുത്തുനബിയോട് ചോദിക്കുന്നു. അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി ഹും അഹ്ലുൽ ഖുർആൻ, അവർ ഖുർആനിൻ്റെ അഹ്ലുകാരാണ്, ഖുർആൻ പാരായണം ചെയ്യുന്നവരാണ്, ഖുർആൻ കേൾക്കുന്നവരാണ്, ഖുർആനുമായി ബന്ധപ്പെടുന്നവരാണ്. ഖുർആൻ ഓതുകയും അതിൻ്റെ പാഠങ്ങൾ ജീവിതത്തിൽ പുലർത്തുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ അവൻ ഏറ്റവും നല്ല മനുഷ്യനായിത്തീരും. പരിശുദ്ധ റമളാനിൻ്റെ ഒരു ലക്ഷ്യം ഒന്ന് നമ്മുടെ ഖൽബിനെ, ഹൃദയത്തെ സംസ്കരിച്ചെടുക്കലാണ്. പരസ്പരം പകയും വൈരാഗ്യവും വിദ്വേഷവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പ്രശ്നങ്ങളും ഷണ്ടകളും അസൂയയും കുശുമ്പും ഇതെല്ലാം ഇല്ലാതാക്കി തീർക്കലാണ് പരിശുദ്ധ റമളാനിൻ്റെ ഏറ്റവും വലിയൊരു ലക്ഷ്യം. ഒരു മനുഷ്യനെ മനുഷ്യനായി കാണാൻ, എല്ലാവരോടും സ്നേഹത്തോടുകൂടെ പെരുമാറാൻ, അങ്ങോട്ടും ഇങ്ങോട്ടും കാരുണ്യം കൈമാറാൻ, ഇതെല്ലാമാണ് റമളാൻ ഷരീഫ് നൽകുന്ന സന്ദേശം. ഖുർആൻ പഠിപ്പിക്കുന്ന പാഠവും അതാണ്. ഒരാൾ ഖുർആൻ അനുസരിച്ച് ജീവിച്ചാൽ അത് മതി. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവ സവിശേഷതയെക്കുറിച്ച് അവിടുത്തെ പത്നി ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയായിരുന്നു മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കൈഫ കാന ഖുലുഖുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? മറുപടി വരുന്നത് ഖുർആനായിരുന്നു അവിടുത്തെ സ്വഭാവം, അവിടുത്തെ ജീവിതം ഖുർആനായിരുന്നു എന്നാണ്. ഖുർആൻ എന്തെല്ലാം സൽഗുണങ്ങൾ പഠിപ്പിച്ചോ അതെല്ലാം സമ്മേളിച്ചവരായിരുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തെല്ലാം പാടില്ല എന്ന് പറഞ്ഞു വെച്ചതുണ്ടോ അതെല്ലാം ജീവിതത്തിൽ നിന്ന് മാറ്റിവെച്ചവരായിരുന്നു പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളും ഈ പരിശുദ്ധ റമളാനിൽ ആർജിച്ചെടുക്കേണ്ട ഒരു കഴിവ് അതാണ്. പരിശുദ്ധ റമളാൻ നമുക്ക് ആത്മസംസ്കരണത്തിനുള്ളതാണ്. വദവാഉ ഖൽബിൻ ഖംസത്തുൻ ഫതിലാവത്തുൻ ബിതദബ്ബുരിൽ മഅനാ വലിൽ വത്നിൽ ഖലാ. മഹാന്മാർ എഴുതി വച്ചു പരിശുദ്ധ ഹദീസിൻ്റെ വെളിച്ചത്തിൽ, നിൻ്റെ ഖൽബ് ശുദ്ധീകരിക്കാൻ മരുന്നുകൾ പലതാണ്. 5ഓളം മരുന്നുകൾ എണ്ണുന്നു. അതിൽ ഒന്നാമതായി എണ്ണിയത് അത് ഖുർആൻ അർത്ഥം ചിന്തിച്ച് പാരായണം ചെയ്യലാണ്. ഒരു ആത്മീയമായ അനുഭൂതിയും ആത്മശുദ്ധീകരണവും അതിലൂടെ നേടിയെടുക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ടാണ് അർത്ഥം ചിന്തിച്ചുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യൽ നിൻ്റെ ഖൽബിനെ, ഹൃദയത്തെ, അതിലുള്ള എല്ലാ കീടങ്ങളെയും ഇല്ലാതാക്കി കളയാൻ, സംസ്കരിച്ചെടുക്കാൻ അതിലൂടെ സാധിക്കും എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. പിന്നെ പറഞ്ഞത് വലിൽ ബത്നിൽ ഖലാ, നിൻ്റെ വയറ് കാലിയാക്കലാണ്. മനുഷ്യൻക്ക് വൈകാരികമായത് പലതും, ആവശ്യമില്ലാത്ത വികാരങ്ങൾ പലതും ഉയർത്തെഴുന്നേൽക്കൽ അവനിൽ ഉണ്ടായിത്തീരുന്നത് പലപ്പോഴും വയറ് നിറയുമ്പോഴാണ് വൈകാരികമായിട്ട് അവൻക്ക് ഇളക്കം സംഭവിക്കാറുള്ളത്. അതുകൊണ്ട് വയറ് കാലിയായാൽ പല തെറ്റുകളിൽ നിന്നും മാറി നിൽക്കാൻ കഴിയുമെന്നും അവൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചെടുക്കാൻ കഴിയും എന്നും ഇതിലൂടെ നമ്മൾ സൂചിപ്പിക്കാൻ. അപ്പോൾ പരിശുദ്ധമായ റമളാൻ വയറ് കാലിയാകുന്നു പകലിലൂടെ, അവൻ്റെ രാവോ അത് ഖുർആൻ പാരായണത്തിലൂടെ അങ്ങനെയും ജോലിയാകുന്നു. അതിലൂടെ അവൻ നേടിയെടുക്കുന്നത് വല്ലാത്ത നേട്ടങ്ങളാണ്. ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ടല്ലോ, ഇത് ഖുർആനും റമളാനും അഥവാ നോമ്പും അവൻക്ക് വലിയ ശുപാർശയായി നാളെ ആരുമില്ലാത്ത ലോകത്ത് അള്ളാഹുവിൻ്റെ മുമ്പിൽ അവൻക്ക് അനുകൂലമായി സാക്ഷി പറയാൻ ഈ രണ്ടും അവൻ്റെ മുമ്പിൽ വരും എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നാളെ ആരുമില്ലാത്ത സമയത്ത് നമ്മളെ കൈപിടിക്കാൻ ഈ കിടന്ന പട്ടിണി ഉണ്ടാകും, ഈ ഓതിയ ഖുർആൻ പാരായണം ഉണ്ടാകും. രണ്ടുപേരും വന്നിട്ട് പറയുമത്രേ, ഇവൻ എനിക്ക് വേണ്ടിയിട്ട് പട്ടിണി കിടന്നതാണ്. നോമ്പ് പറയാണ്, എനിക്ക് വേണ്ടിയിട്ട് അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചതാണ്, എല്ലാ വികാരങ്ങളെയും ഒതുക്കിയതാണ്. അതുകൊണ്ട് ഇവരെ ഒരിക്കലും ശിക്ഷിക്കരുത് റബ്ബേ. ഖുർആൻ പറയും, എനിക്ക് വേണ്ടി ഉറക്കമൊഴിച്ച് പാരായണം നടത്തിയവനാണ്, ഒരിക്കലും പരാജയപ്പെടുത്തരുത് റബ്ബേ. ഇങ്ങനെ നമുക്ക് വേണ്ടിയിട്ട് ഖുർആനും നോമ്പും സാക്ഷി പറയുന്ന ഒരു നല്ല നാളേക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങണം എന്ന് ഈ ദിവസം സന്തോഷത്തോടെ അറിയിച്ച് നിർത്തുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.